Friends, in this class we study about EMI mitigation. So mitigation means to overcome the electromagnetic interference. What are the techniques which we have to do to overcome the electromagnetic interference? So I think you know that in the electromagnetic interference there are two types of emission. One is radiated emission and conductive emission. So what do you mean by radiated emission? Radiated emission is if you are having a particular conductor, so conductor will produce a magnetic field across this in this surrounding the conductor there will be a magnetic field. So this magnetic field radiation will be surrounded up to will depend upon the amount of current carried in the conductor. അതായത് ആ കണ്ടക്ടറിൽ എത്രമാത്രം കറണ്ടാണ് ആ കണ്ടക്ടർ ക്യാരി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 5 ആംപിയർ കണ്ടക്ടറിൽ ക്യാരി ചെയ്യുന്നതാണെങ്കിൽ അത് ചിലപ്പം 1 മില്ലിമീറ്റർ വരെ അതിൻ്റെ റേഡിയേറ്റഡ് എമിഷൻസ് ഉണ്ടാകത്തുള്ളൂ. അതേപോലെ ഒരു 500 ആംപിയർ ആണെങ്കിൽ അത് ചിലപ്പം 100 മില്ലിമീറ്റർ വരെ അതിൻ്റെ റേഡിയേറ്റഡ് എമിഷൻസ് ഉണ്ടാകും. അതായത് അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാം. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ സൈഡിലേക്കൂടെ ആ സമയത്ത് ഏതെങ്കിലും ഒരു ഇക്വിപ്മെൻറ്റ് ഒരു 500 മില്ലിമീറ്ററിൻ്റെ ആ ഒരു കണ്ടക്ടറിൻ്റെ സൈസിൽ നിന്ന് 500 മില്ലിമീറ്ററിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഇക്വിപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഇക്വിപ്മെൻറ്റിൽ ഒരു നോയ്സ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് അത് ത്രൂ എന്ത് ചെയ്തു ആ ഇക്വിപ്മെൻറ്റ് മാൾ ഫങ്ഷൻ ഉണ്ടാവും. മാൾ ഫങ്ഷൻ വെച്ചാൽ ആ ഇക്വിപ്മെൻറ്റ് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഒരു CRO ആണെങ്കിൽ ഒരു 500 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടറിൻ്റെ സൈഡിൽ കൂടി നിങ്ങൾ ഒരു CRO വെച്ച് കഴിഞ്ഞാൽ CRO ഒരിക്കലും നോർമലി ഫങ്ഷൻ ചെയ്യുന്ന പോലെ ഫങ്ഷൻ ചെയ്യില്ല, അത് ഉറപ്പാണ്. സോ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്താ പറയുക, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എന്ന് പറയാം, ത്രൂ റേഡിയേറ്റഡ് എമിഷൻ എന്ന് പറയാം. സോ ഇങ്ങനെ ടു കൺട്രോൾ ദി റേഡിയേറ്റഡ് എമിഷൻ ഷീൽഡിംഗ് മേ ബി അപ്ലൈഡ് അറ്റ് ദി സോഴ്സ് ഓഫ് ദി വിക്ടിം. വിക്ടിം പറഞ്ഞാൽ നിങ്ങളുടെ CRO. സോ വിക്ടിം സോഴ്സ് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കണ്ടക്ടർ, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ഹൈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അത് നിങ്ങളുടെ സോഴ്സാണ്. അപ്പോൾ ഈ സോഴ്സൊന്നും ഈ CRO അതായത് നിങ്ങളുടെ വിക്ടിം അത് നമ്മൾ എന്താ ഒരു ഷീൽഡിങ് അത് പ്രൊവൈഡ് ചെയ്യാം. സോ ഷീൽഡിങ് ത്രൂ എന്താ ചെയ്യുന്നത് ഇവിടെ, ഷീൽഡിങ് ത്രൂ എന്ന് വെച്ചാൽ ഇവിടെ ഷീൽഡിങ് ത്രൂ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കണ്ടക്ടറാണെന്ന് കരുതുക. ഇതൊരു കണ്ടക്ടറിൽ ഇതൊരു CRO ഇത് കണ്ടക്ടറിൽ കൂടെ കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റേഡിയേറ്റഡ് എമിഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. സോ അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു പർട്ടിക്കുലർ CRO ഈ റേഡിയേഷൻ ഏൽക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഷീൽഡിങ് ഇതിന് കൊടുക്കുന്നുണ്ട്. സോ ഈ ഷീൽഡിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ റേഡിയേഷൻസ് ഒരിക്കലും ഈ CROക്ക് ഏൽക്കേണ്ടി വരില്ല. സോ ടു ഷീൽഡിങ് ദി വിക്ടം, സോ വിക്ടിം പറഞ്ഞാൽ ഇതാണ്. Victim means CRO involves provision of continuous metal housing around the device which permits the EMI to be present outside the shield. അതായത് EMI മീൻസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഇതിൻ്റെ ഔട്ട്സൈഡ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഇതിൻ്റെ ഇൻസൈഡ് ഒരിക്കലും ഉണ്ടാവില്ല. Present outside the shield and not within the shield. When the EMI strike the shield, the eddy current induced in the shields are in the direction that results in the field cancellation of the vicinity of the shield. So ഇവിടെ ഒരു എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ എഡ്ഡി കറണ്ട് ഈ ഒരു ഫീൽഡിൻ്റെ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഇത് ഫീൽഡ് ക്യാൻസലേഷൻ ഇതിവിടെ സംഭവിക്കും. സോ എനി ഡിവൈസ് സിറ്റുവേറ്റഡ് വിത്തിൻ ദ ഷീൽഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ദി EMI metals and high conductivity such as copper and aluminum are effective shield materials in high frequency EMI applications. So ഇത് കൂടുതലായിട്ടും കോപ്പർ കൊണ്ടോ അലുമിനിയം കൊണ്ടോ ഒക്കെ ആയിരിക്കും ഇത് മെയിനായിട്ട് ഉണ്ടാക്കുക. ഒന്നുമില്ല, ഒരു വിക്ടിം പറഞ്ഞാൽ ഒരു ഇക്വിപ്മെൻ്റാണ്. ആ ഇക്വിപ്മെൻറ്റ് ഒരു ഹൈ ഫ്രീക്വൻസി റേഡിയേറ്റഡ് എമിഷൻ
വരുന്ന ഒരു പർട്ടിക്കുലർ സോഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ വിക്ടിം കറക്റ്റായിട്ട് മീൻസ് ആ ഒരു ഇക്വിപ്മെൻറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ആ വർക്ക് ചെയ്യണമെന്നില്ല. സോ അതാണ് നിങ്ങൾ എന്താ പറയുക റേഡിയേറ്റഡ് എമിഷൻ. അത് നിങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യും? അപ്പോൾ ഓവർകം ചെയ്യുന്നത് വെച്ചാൽ ഷീൽഡ് ചെയ്യുക. ഷീൽഡ് ചെയ്യുമ്പോൾ ആ വിക്ടിമിൻ്റെ സറൗണ്ടിങ്ങിൽ ഒരു മെറ്റൽ കേസ് കൊണ്ട് നിങ്ങൾ പൊതിയുക. അപ്പം പൊതിഞ്ഞ ശേഷം എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അങ്ങനെ ആക്കിക്കൊണ്ട് എന്താ ഇവിടെ ലാഭം നിങ്ങൾക്ക്? അപ്പോൾ അങ്ങനെ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ആ ഒരു വിക്ടിമിലേക്ക് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഈ ഷീൽഡിലേക്കാണ് അത് ഏക്കുക. ഷീൽഡിലേറ്റിട്ട് ഷീൽഡിൻ്റെ അക്രോസ് ഒരു എഡ്ഡി കറണ്ട് ഫോം ചെയ്യും. ആ എഡ്ഡി കറണ്ട് എന്ത് ചെയ്തു? ഈ റേഡിയേറ്റഡ് എമിഷൻ്റെ ഫീൽഡുമായിട്ട് ഇത് ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ രണ്ടും തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് അത് ഈ ഒരു ഫീൽഡ് ഈ റേഡിയേറ്റഡ് എമിഷൻ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഷീൽഡിൻ്റെ ഔട്ട്സൈഡിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഉള്ളിലില്ല. ആ വിക്ടിം ആ ഒരു പർട്ടിക്കുലർ ഇക്വിപ്മെൻറ്റ് അത് EMI പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഷീൽഡിങ് ദി നോയ്സ് സോഴ്സ്. ഒരു നോയ്സ് സോഴ്സിൻ്റെ ആ നോയ്സ് സോഴ്സിനെ നമുക്ക് ഷീൽഡ് ചെയ്യാം. അപ്പോൾ സസെപ്റ്റബിൾ ഇക്വിപ്മെൻറ്റ് ഇതിങ്ങനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നോയ്സ് സോഴ്സ് നിങ്ങൾക്ക് ഒരിക്കലും ഷീൽഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ സസെപ്റ്റബിൾ ഇക്വിപ്മെൻറ്റ് നിങ്ങൾ ഷീൽഡ് ചെയ്യുക. സോ റേഡിയേറ്റഡ് നോയ്സ് ക്യാൻ ബി ഷീൽഡഡ് ഐദർ ബൈ ഷീൽഡിങ് ദി സോഴ്സ് ഓഫ് ദി നോയ്സ് ഓർ ബൈ ഷീൽഡിങ് ദി സസെപ്റ്റബിൾ ഇക്വിപ്മെൻറ്റ്. അപ്പോൾ സസെപ്റ്റബിൾ ഇക്വിപ്മെൻറ്റ് ഷീൽഡ് ചെയ്യുക, ഇല്ലെങ്കിൽ സോഴ്സിനെ ഷീൽഡ് ചെയ്യുക. ഷീൽഡിങ് മേ ബി അപ്ലൈഡ് അറ്റ് ദി സോഴ്സ് ഓർ അറ്റ് ദി വിക്ടിം. രണ്ടിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക. സോഴ്സിൽ വേണം ഷീൽഡ് ചെയ്യുക, അല്ലെങ്കിൽ വിക്ടിമിന് വേണം ഷീൽഡ് ചെയ്യുക. ഷീൽഡിങ് ഓഫ് ദി വിക്ടിം ഇൻവോൾവ്സ് പ്രൊവിഷൻ ഓഫ് continuous metal housing around the device which permits EMI to be present outside the shield and not within inside the shield. ഓക്കെ, അതായത് EMI പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്സൈഡ് മാത്രമേ ഇത് ഇവിടെ ഉണ്ടാകത്തുള്ളൂ. സോ ഇവിടെ വെച്ചാൽ ഇതിൻ്റെ ഔട്ട്സൈഡ് ഷീൽഡ് നോക്കുക. ഷീൽഡ് ഈ ഇക്വിപ്മെൻറ്റിന് ഒരിക്കലും ഈ EMI ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇതാണ് ഷീൽഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റാണ് നിങ്ങളുടെ കണ്ടക്റ്റീവ് എമിഷൻ. സോ കണ്ടക്റ്റഡ് എമിഷൻ പറഞ്ഞാണെങ്കിൽ ഒരു കണ്ടക്ടറിലെ ത്രൂ ഒരു ഹാർമോണിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആണ് കണ്ടക്റ്റീവ് എമിഷൻ. സോ നിങ്ങൾക്കറിയാം ഹാർമോണിക്സ് എങ്ങനെ ഇൻഡ്യൂസ് ചെയ്യാന്ന്. സോ ഹാർമോണിക്സ് ഏത് പവർ ഫ്രീക്വൻസി ഏത് പവർ ഇലക്ട്രോണിക് ഇക്വിപ്മെൻറ്റ്സും ഒരു സ്വിച്ചിങ് ഇക്വിപ്മെൻറ്റ്സും ഫോർ എക്സാമ്പിൾ ത്രീ ഫേസ് പവർ കൺവേർട്ടർ ആണ് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും നിങ്ങൾക്ക് 5th and 7th ഹാർമോണിക്സ് നിങ്ങളവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 5th and 7th ഹാർമോണിക്സ് കൊണ്ട് ഈ ഒരു ഹാർമോണിക്സ് അത് എവിടെ ഫ്ലോ ചെയ്യുക? ഒരു കണ്ടക്റ്റീവ് മീഡിയ ത്രൂ ഫ്ലോ. അതായത് ഈ കണ്ടക്റ്റഡ് എമിഷനിൽ ഒരു മീഡിയം വേണം. മീൻസ് അതിനൊരു ഇത് ഏതിലെ കൂടെ ഫ്ലോ ചെയ്യുക? ഈ കണ്ടക്റ്റഡ് എമിഷൻ ഈസ് ത്രൂ കണ്ടക്ടർ. റേഡിയേറ്റഡ് എമിഷൻ ഈസ് ത്രൂ എയറിലാണ് റേഡിയേറ്റഡ് എമിഷൻ അത് ഉണ്ടാവുന്ന എയർ ഓർ ഗ്യാസ്. ബട്ട് കണ്ടക്റ്റീവ് എമിഷൻ ഈസ് ത്രൂ എ കണ്ടക്ടർ. കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന എന്താണ് കറണ്ടാണ്. സോ കറണ്ട് എങ്ങനെയാണ് ഉണ്ടാവുക? ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്രീക്വൻസി ഉണ്ടാവും. സോ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ചിലപ്പോൾ ഒരു ഹാർമോണിക് ഫ്രീക്വൻസി ഉണ്ടാവും, ഇല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഉണ്ടാവും. സോ ഈ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കൊണ്ട് ഒരു ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡ് കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഹാർമോണിക്സ് കൊണ്ടും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഈ ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഹാർമോണിക്സ് കൊണ്ട് നിങ്ങൾക്ക് എന്താ ഉണ്ടാകുന്ന പ്രോബ്ലം ഉണ്ടാകുന്ന ഹാർമോണിക്സ് കൊണ്ട് കൂടുതൽ ഉണ്ടാകുന്ന പ്രോബ്ലം 2 രീതിയിലാണ്. ഒന്ന്, അതായത് ആ ഒരു പർട്ടിക്കുലർ കണ്ടക്ടറിന് ഹീറ്റിംഗ് ഉണ്ടാവും. പിന്നെ സെക്കൻഡ്, അതിൻ്റെ ഒരു പവർ ഫാക്ടർ ഡിക്രീസ് ചെയ്യും. തേർഡ്, അതിൻ്റെ വേവ് ഫോം ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും. ഒന്ന്, പവർ ഫാക്ടർ ഡിക്രീസ് ചെയ്യും. സെക്കൻഡ്, അതിന് ഹീറ്റിംഗ് ഉണ്ടാവും. തേർഡ്, അതിൻ്റെ വേവ് ഫോം ഡിസ്റ്റോർഷൻ വരും. സോ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു ഹാർമോണിക് കറണ്ട് കണ്ടക്ടർ ത്രൂ പോകുമ്പോൾ, അതാണ് കണ്ടക്റ്റീവ് എമിഷൻ. So filters are an effective means of providing a certain degree of attenuation to the conducted emission. Filters do not completely eliminate the noise but reduce it to a level that mitigate be tolerated by the susceptible device. So നിങ്ങൾ തന്നെ ഫിൽട്ടേഴ്സ് നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഫിൽട്ടേഴ്സ് എന്ത് ചെയ്തു? ഫിൽട്ടേഴ്സ് ഈ ഒരു ഹാർമോണിക് കറണ്ടിൽ
ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെന്ത് ചെയ്യും, അത് ആ ഒരു പർട്ടിക്കുലർ ഹാർമോണിക് 5th ഹാർമോണിക് വരുമ്പോൾ അതിൻ്റെ റെസണൻസ്, അതായത് XL = XC ആക്കി മാറ്റിയിട്ട് ഒരു ലോ റെസിസ്റ്റീവ് പാത്ത് അവിടെ പ്രൊവൈഡ് ചെയ്യും. ആ ലോ റെസിസ്റ്റീവ് പാത്ത് പ്രൊവൈഡ് ചെയ്തപ്പം ആ ഒരു പർട്ടിക്കുലർ ഒരു ഹാർമോണിക്സിനുണ്ടാവുന്ന ഒരു കറണ്ട് ഈസി ആയിട്ട് ഏതിലേക്ക് ഫ്ലോ ചെയ്യാൻ പറ്റും, ഷണ്ട് പാസീവ് ഷണ്ടാണ് കണക്ട് ചെയ്യുന്നെങ്കിൽ ഷണ്ടിൽ ഫ്ലോ ചെയ്യും. അപ്പോൾ ഷണ്ടിലേക്ക് ഫ്ലോ ചെയ്തിട്ട്, അതായത് നിങ്ങൾക്കറിയാം കറണ്ട് വിൽ ആൾവേസ് ഫ്ലോ ത്രൂ ലോ റെസിസ്റ്റീവ് പാത്ത്. അപ്പോൾ നിങ്ങളുടെ ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് നിങ്ങളവിടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹാർമോണിക് കറണ്ട് ആ ലോ റെസിസ്റ്റീവ് പാത്തിലേക്കൂടെ ഫ്ലോ ചെയ്തിട്ട് നിങ്ങളെ സോഴ്സിനെയും നിങ്ങളെ ലോഡിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് കണ്ടക്റ്റീവ് എമിഷൻ. സോ കണ്ടക്റ്റീവ് എമിഷന് നമ്മൾ ഈസി ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഫിൽറ്റേഴ്സ് ത്രൂ ആണ്. ഫിൽറ്റേഴ്സ് മാനുഫാക്ചർ പബ്ലിഷ് frequency versus attenuation characteristics for each type of model of filter. നെക്സ്റ്റ് പറഞ്ഞത് ഡിവൈസ് ലൊക്കേഷൻ ടു മിനിമൈസ് ഇൻ്റർഫറൻസ്. സോ ഡിവൈസ് ലൊക്കേഷൻ വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഡിവൈസിനെ ദൂരെ ലൊക്കേറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഏറ്റവും കൂടുതൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുക, അതായത് ഈ ഏതൊക്കെ ഒരു പർട്ടിക്കുലർ സോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടാവുന്ന സോഴ്സിൽ നിന്ന് ഈ പർട്ടിക്കുലർ സസെപ്റ്റബിൾ ഇക്വിപ്മെൻറ്റ് അത് എന്താ പറയുക, ഈ വിക്ടിം എന്ന് പറയാം, ആ പർട്ടിക്കുലർ സസെപ്റ്റബിൾ ഇക്വിപ്മെൻറ്റിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടുക. So we saw that earlier that electrical and magnetic field diminish as the square of distance between the source and the victim. Also EMI often is directional. By removing the victim away from the EMI source and by proper orientation, considerable immunity can be obtained. This solution is effective if the relative distance between the source and the victim is small. It is not practical if the source is located far from the victim. അതായത് സോഴ്സ് വളരെ ഫാറായിട്ട് ഉണ്ടായിട്ടും ആ വിക്ടിമിൻ്റെ മുകളിൽ ഒരു പർട്ടിക്കുലർ EMI ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ദൂരെ ആ വിക്ടിം അത് ഒരു പർട്ടിക്കുലർ ആ ഒരു ഇക്വിപ്മെൻറ്റിനെ ദൂരെ ഇട്ടുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഷീൽഡിംഗ് ആണ്. അതായത് ഈ ഒരു സോഴ്സ് വളരെ അടുത്താണുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് ആ EMI റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് വേണം നോക്കാം. ചിലപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാം, ചിലപ്പം ചെയ്യാതിരിക്കാം. അപ്പോൾ ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് ഇത് മാറും. For problems involving power frequency, EMI this approach is most effective. അതായത് ഒരു പവർ ഫ്രീക്വൻസി ആണെങ്കിൽ, അതായത് ഒരു പവർ ഫ്രീക്വൻസി പറയുമ്പം 30 to 300 ഹെർട്സ് ആണെങ്കിൽ ഈ മെത്തേഡ് വളരെ എഫക്റ്റീവാണ്. സോ വളരെ ഹൈ ഫ്രീക്വൻസിയിലൊന്നും ഈ മെത്തേഡ് എഫക്റ്റീവ് ആവണമെന്നില്ല. സോ ഹൈ ഫ്രീക്വൻസി 3 MHz to 300 GHz വരെ അത് ഒരിക്കലും അത് എഫക്റ്റീവ് ആവണമെന്നില്ല. ഓക്കെ, ബൈ. സോ ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്സിൽ. അപ്പോൾ ഇനി വരുന്ന ഇത്രയും കാര്യങ്ങൾ 4 വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 4 വീഡിയോസ് നിങ്ങൾ നോക്കുക. എന്തുവന്നാലും നിങ്ങൾക്കൊരു 20 മാർക്സ് ഈ 4 വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അത് ഉറപ്പാണ്, ഷുവറാണ്.